ബസ് സിമുലേറ്റർ ഇന്ത്യയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ പോലെ തന്നെയാണ്. പക്ഷേ കുറേ പേര് നമ്മളോട് ഇത് കമൻറ്റിലും മെസ്സേജിലൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു ആപ്പ് വഴി കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ മോഡും ലിവറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സെഡാസ്ത്രയുടെ മോഡുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാണ്ടും വേറെ കുറേ മോഡുകളുടെ ആപ്പുകളുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടിയും അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ സെഡോണും കൊള്ളാം, വേറെ കുറച്ച് അടിപൊളി ആപ്പുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ജസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടംപോലെ മോഡുകൾ കാണാം ബസ്സിൻ്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. ജസ്റ്റ് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 6 പേജുകളിലായിട്ട് പല ബസ്സുകളുണ്ട്. 4, 5, 6. 5-ാം പേജിൽ നമ്മുടെ കൊമ്പൻ, ക്രൗണ്, റൊസാരിയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിഹാസ്, പിന്നെ കുറേ പേര് ഖലീഫ ചോദിച്ചിരുന്നു. ഖലീഫയിലുണ്ട്. സെക്കൻഡ് പേജിലാണ് ഖലീഫ ഉള്ളത്. പിന്നെ വേഡൻ, അങ്ങനെ കുറേ ബസ്സുകളുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഖലീഫ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഖലീഫയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി മറ്റേ കൊമ്പൻ ഞാൻ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് മോഡ് കൊടുക്കുക. ഇവിടെ മോഡിൽ ഡൗൺലോഡ് കാണാം. അപ്പോൾ മീഡിയ ഫയറിൻ്റെ വെബ്സൈറ്റിലെത്തും. ജസ്റ്റ് ആസ്ത്ര BS6 എന്നാണ് ഈ ഒരു മോഡിൻ്റെ പേര്. ഡൗൺലോഡ് കൊടുത്താൽ നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ടായി. ഇതേപോലെ തന്നെ മോഡും ഇടയിൽ കുറച്ച് ആഡുകൾ സംഭവങ്ങളൊക്കെ വരും. ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം, ബാക്ക് എടുക്കുക, PNG മോഡ് ക്ലിക്ക് ചെയ്യുക, മോഡിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. സെയിം സ്റ്റെപ്പ് തന്നെ മീഡിയ ഫയർ ഓപ്പൺ ആയിട്ട് വരും. മോഡിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ബ്ലൂ കളർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ 2 ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മൊബൈലിൻ്റെ ഫയൽസ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ BS6 എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത മോഡിൻ്റെ പേര് അസ്ത്ര BS6 ആയിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. .bus.id മോഡ് എന്നിട്ട് ഫയൽ കാണാം. ജസ്റ്റ് ഇത് അമർത്തി പിടിക്കുക, മൂവ് കൊടുക്കുക, ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ബസ് ഇന്നാണ് നമ്മളിപ്പോൾ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയതുകൊണ്ട് ബസ് ഇൻ എടുക്കുക, മോഡ് എടുക്കുക. ഇവിടെ കുറച്ച് മോഡുകൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗാരേജ് എടുത്ത് കാണിച്ചു തരാം. ഇത് നമ്മളന്ന് ആഡ് ചെയ്ത BMW ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബസ്സിൻ്റെ നോക്കട്ടെ. പിന്നെ ഇത് നമ്മുടെ നോർമൽ ബസ്, പിന്നെ ലെജൻഡ് ഞാൻ മുമ്പ് ആഡ് ചെയ്ത കൊമ്പൻ്റെ ഞാൻ തോന്നുന്നു. സാൻഡ്രോ കാർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മസ്താങ്ക്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ബസ്. അപ്പോൾ ഇനി നമുക്ക് യൂസ് കൊടുത്തതിന് ശേഷം നമുക്ക് ലിവറി ഓപ്ഷൻ എടുക്കുക, ബ്രൗസ് ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത ലിവറി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോഡായിട്ട് വരും. അതെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഖലീഫ ബസ്. അപ്പോൾ ഇനി ഇവിടെ അപ്ലൈ കൊടുക്കാം. പൈസ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആഡ് കണ്ടാലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഖലീഫയുടെ ബസ്. അപ്പോൾ ഇനി നമുക്ക് ഞാനതിൽ മാപ്പൊന്നും പുതിയതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഇതിലുള്ള നോർമൽ മാപ്പ് തന്നെ വെച്ചിട്ട് കളിക്കാം. നമുക്ക് ഡ്രൈവ് പോയി നോക്കാം. പിന്നെ വളരെ ടൂർ മോഡ് വന്നതെന്ന് ചോദിച്ചു. ടൂർ മോഡ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഫ്രീയും കരിയറും മൾട്ടിപ്ലയറും മാത്രമേ ഉള്ളൂ. ടൂർ മോഡിൻ്റെ ഇവിടെ സ്ഥലം കിടക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഫ്രീ മോഡ് എടുക്കുക. ഇപ്പോൾ തൽക്കാലം സ്റ്റാർട്ട് ന്യൂ കൊടുക്കാം. ഇപ്പോൾ ഏതാ സ്ഥലം എടുക്കുക, കൊച്ചി ടു ബാംഗ്ലൂർ ഇടാം. ഇതാണ് നമ്മുടെ വണ്ടി. ഇൻറ്റീരിയർ ഇതാണ് വരുന്നത്. ലൈറ്റ് ഇതാണ് ലൈറ്റ് ഉള്ളത്. അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, കൊള്ളാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. അതിന് മുമ്പ് നമ്മുടെ വണ്ടി ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ടിലെ ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ മോഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട്. ഇൻറ്റീരിയർ ലാസ്റ്റിയറും മൊത്തത്തിൽ വണ്ടി അടിപൊളിയാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയാൽ അറിയാം. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അയ്യോ, നമ്മളിവിടെ പോണേ. അപ്പോൾ എന്തായാലും ഇതാണ് വണ്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് റോട്ടിലോട്ടൊന്ന് ഇറക്കിയിട്ട് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. അതാണ് നിങ്ങൾക്ക് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് തൽക്കാലം ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. മറ്റേ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയിലുണ്ടായ കുറച്ച് പ്രോബ്ലംസൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ്സ് കൊണ്ട്. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിയും സംഭവങ്ങളും സ്പീഡും എല്ലാം അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ടൂർ മോഡും കൂടി വരാനുള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ സംഭവങ്ങളായി. ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പോലെ തന്നെയായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ടൂർ മോഡും അടുത്ത് തന്നെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി. അയ്യോ,
ഇത് നമ്മൾ കൊച്ചിയിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, വണ്ടിയും കൊള്ളാം, ഈ ഗെയിമും അടിപൊളിയായത്. അപ്പോൾ എന്തായാലും ഇനി വേറെ പുതിയ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.